ജന്മദിനത്തിൽ മുതിർന്ന ബി.ജെ.പി. നേതാവ് എൽ.കെ. അദ്വാനിയെ പ്രശംസിച്ചതിൽ ഉറച്ചു നിൽക്കുന്നതായി കോൺഗ്രസ് എം.പി. ഡോക്ടർ ശശി തരൂർ. ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാട്ടി അദ്വാനിയെ വിമർശിക്കുന്നതിൽ കാര്യമില്ല. അദ്വാനിയുടെ ദീർഘകാല സേവനം തള്ളിക്കളയാൻ സാധിക്കില്ല. പൊതുസേവനത്തിൽ അചഞ്ചലമായ പ്രതിബദ്ധത കാണിച്ച നേതാവാണ് അദ്വാനി. അദ്വാനി ഒരു യഥാർത്ഥ രാഷ്ട്ര തന്ത്രജ്ഞനെന്നും തരൂർ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കി. വിരളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, ശശി തരൂർ എക്സിൽ എന്തൊക്കെയാണ് കുറിച്ചത്? സുരേഷ്, എൽ.കെ. അദ്വാനിയുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട്, അദ്ദേഹത്തെ ആശംസിച്ചുകൊണ്ടൊക്കെ തന്നെ, പ്രകീർത്തിച്ചുകൊണ്ടൊക്കെ തന്നെ ശശി തരൂർ എം.പി. എക്സിൽ പോസ്റ്റിട്ടിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ശശി തരൂർ വ്യക്തമാക്കുന്നത് അത്തരം വിമർശനങ്ങളോടൊന്നും താൻ പ്രതികരിക്കാനില്ല. മറിച്ച് താൻ എടുത്ത നിലപാട്, അല്ലെങ്കിൽ എൽ.കെ. അദ്വാനി ആരായിരുന്നു, അദ്ദേഹം ഏറ്റവും നല്ലൊരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു എന്നുള്ള നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് ഈ എൽ.കെ. അദ്വാനി അങ്ങനെ വിമർശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ചൈനയുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നം മൂലം നെഹ്റുവിനെ വിമർശിക്കുന്നത് പോലെയും, അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്തെ മറ്റ് പ്രശ്നങ്ങളോർത്ത് ഇന്ദിരയെ ഇതേപോലെ തന്നെ വിമർശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾക്ക് പാത്രീഭൂതനാകേണ്ടയാളല്ല എൽ.കെ. അദ്വാനി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സംഭവം കൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകൾ അത് എക്കാലവും അനുസ്മരണീയമാണ് എന്നുള്ളതാണ് പ്രധാനമായും ശശി തരൂർ ചൂണ്ടിക്കാണിച്ചത്. അതായത് കൃത്യമായി തന്നെ എൽ.കെ. അദ്വാനിയുടെ നിലപാടുകളോട് താൻ യോജിക്കുന്നു, അല്ലെങ്കിൽ അതിനോടൊപ്പം താൻ നിൽക്കുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ്. അതിൽ രാഷ്ട്രത്തിന് ഏതെല്ലാം രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും തനിക്ക് തർക്കമില്ല എന്നുള്ളതാണ് പ്രധാനമായും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെയും ശശി തരൂർ ഇത്തരത്തിൽ ബി.ജെ.പി. നേതാക്കന്മാരെയും അതേപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കം നേരത്തെ പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ എക്സ്പോസ്റ്റുകളാണേലും അത്തരം സംഭാഷണങ്ങളാണേലും ഒക്കെ തന്നെ വിവാദമായിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അത് ഏറ്റുപിടിച്ചുകൊണ്ട് ശശി തരൂരിനെതിരെ പാളയത്തിൽ പടരൂപീകരിക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വമൊക്കെ തന്നെ അത്തരം നീക്കങ്ങൾ നടത്തിയെങ്കിലും സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ശശി തരൂരിനെതിരെ ഉണ്ടായാൽ അത് കോൺഗ്രസിന് തന്നെ വലിയ ക്ഷീണമാകും, വലിയ തിരിച്ചടിയാകുമെന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിന്മേൽ മിണ്ടാതിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.